ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇവിടുത്തെ ലുലുവിൽ മാംഗോ ഫെസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാംഗോസ് വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് വിചാരിച്ചു മാംഗോ വിത്ത് ബനാന വെച്ചൊരു ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം ആദ്യമേ നമുക്ക് മാംഗോയ്ക്ക് പകരം ഞാൻ ബനാനയാണ് എടുത്തത്. എന്നാലും നമുക്ക് മാംഗോ പീൽ ചെയ്യാം. ഓക്കേ, നല്ല പുളിയുള്ള മാങ്ങയാണെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എന്തായാലും നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ എടുത്തതല്ലേ, മുറിക്കുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണവും പീൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം എടുക്കാം. ഏത്തപ്പഴം നമുക്ക് ഇങ്ങനെ അത് നമുക്ക് കുഞ്ഞതായിട്ട് അരിയണേ. ഏത്തപ്പഴം എടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് കുഞ്ഞതായിട്ട് അരിയാം. ഇനി നമ്മൾ ഏത്തപ്പഴം കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട്, കുഞ്ഞതായിട്ട് അരിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേക്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് കുഞ്ഞതായിട്ട് അരിയാം. ഓക്കേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാമ്പഴവും അരിയാം. നെക്സ്റ്റ് മാമ്പഴം നമുക്ക് പല പല സൈസിനായിട്ട് ഇപ്പം മുറിച്ചെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഷേക്ക് അടിക്കാൻ പോവല്ലേ. നമുക്കത് ഇങ്ങനെ ഞാൻ വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇടയ്ക്കത് ചെറിയ ചെറിയ പീസും കൂടി ആക്കി എടുക്കണം. കാര്യം നമുക്ക് ഷേക്കൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വിതറാൻ വേണ്ടി നമുക്ക് കുഞ്ഞതായിട്ടും കൂടി അരിഞ്ഞെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞ് ജാറിലോട്ടിട്ടിട്ട് നമുക്ക് ഷേക്ക് അടിക്കാം. ഫസ്റ്റ് നമുക്ക് മാംഗോയിൽ വലിയ പീസുകളിടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞു പീസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ വലിയ പീസാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇടുന്നത്. ഓക്കെ, രണ്ട് മൂന്ന് പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇടയ്ക്ക് ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. നല്ല പുളിയുണ്ട്, മധുരവും ഉണ്ട്. വലിയ പീസ് ഇപ്പോൾ കഴിക്കുന്നില്ല, കാര്യം നമുക്ക് ഷേക്ക് ഉണ്ടാക്കണമല്ലോ. കുഞ്ഞു പീസ് മാറ്റി. അപ്പോൾ ഇടയ്ക്കൊരെണ്ണം കഴിച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നറിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ പറക്കി തിന്നാനാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഷേക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് ബനാന എടുത്തിടാം. ബനാന കുഞ്ഞു പീസായതുകൊണ്ട് ഇതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞ് ചേർന്നോളൂ. ഞാൻ ഈ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. കാര്യം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അതിൻ്റെ കറക്റ്റ് മധുരം കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മധുരം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ജ്യൂസിൻ്റെ കൂടെ ഒരു ഷേക്കിൻ്റെ കൂടെ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. നമുക്ക് പാലൊഴിക്കാം. പാല് ഇച്ചിരി തോനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലിക്വിഡ് ഫോമിൽ കിട്ടും. അപ്പോൾ എനിക്ക് അത്രയും വലിയ വേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ നമ്മുടെ ചിയാ സീഡ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇടാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഷേക്ക് അടിക്കാം.
അപ്പോൾ നമ്മൾ ഷേക്ക് അടിച്ചു. ഷേക്ക് നമ്മൾ ഒരു ബൗളിലോട്ടാക്കി. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ മാംഗോയും കൂടി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇടാം. ചെറിയ ഡെക്കറേഷൻ. നല്ല പുളിയുള്ളത് കൊണ്ട് ഈ ഷേക്കിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലോട്ടിടാം. കൊതി കാരണം ഇടയ്ക്ക് ഞാൻ 1-2 പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി ആ ചെറിയ ചെറിയ മാമ്പഴ കഷ്ണങ്ങളെടുത്ത് ഈ ഷേക്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ട്. കാര്യം എനിക്കിത് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വെച്ച് കുറേ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഈ ഷേക്കിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പിസ്ത ഇടാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു, വലുതായിട്ടൊന്നും പൊടിക്കണമെന്നൊന്നുമില്ല. ഞാനിത് അധികം പൊടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ, അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പാൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് കുറച്ച് മറ്റേ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചിയാ സീഡില്ലേ, അത് നമുക്കെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ആ വെള്ളത്തോടെ തന്നെ ഒഴിക്കാം. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ചെറിയ മാമ്പഴ കഷ്ണവും നമ്മുടെ ഷേക്കും പിസ്തയും നമ്മുടെ ചിയാ സീഡും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിനി കഴിക്കാം. കണ്ടോ ഇതിനകത്ത് ആ മാമ്പഴ കഷ്ണങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടമായി. കാണാൻ കൊള്ളാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ എൻകറേജ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല എന്താ പറയുക, മാംഗോ ആയതുകൊണ്ട് എനിക്ക് വലിയ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. അതിനകത്ത് മാംഗോയുടെ ആ പീസും പിന്നെ ബനാനയുടെ ടേസ്റ്റും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ഷേക്കുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.